ഹായ് വെൽക്കം ബാക്ക്. എൻ്റെ പേര് നെയ്മ് മാലിക്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലീഷിൻ്റെ മാർക്ക് നമുക്ക് എവിടെയാണ് പോകുന്നതെന്നുള്ള ഒരു ആഗോള പ്രശ്നത്തിനെ കുറിച്ചാണ്. നമുക്കറിയാം ഓരോ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓരോ രീതിയിലാണ്. മാത്സ് പഠിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് തിയറീസ്, ഇക്വേഷൻസ്, ഫോർമുലാസ് ഒക്കെ അറിഞ്ഞെങ്കിലേ കാര്യമുള്ളൂ. ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നമ്മൾ അങ്ങോട്ട് എഴുതി തള്ളി കയറ്റി വെച്ചാലേ അവരിത്തിരി മാർക്ക് തരുള്ളൂ. ചിലപ്പോൾ നമ്മൾ തമാശക്ക് പറയാറുണ്ട്, തൂക്കി നോക്കിയിട്ട് ചില ടീച്ചേഴ്സൊക്കെ മാർക്ക് തരാമെന്ന്. ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 40 മാർക്ക് കിട്ടും അല്ലേ? ഇത് നമ്മൾ തമാശക്ക് പറയുന്ന ചില കേസുകൾ നമ്മൾ എത്ര അങ്ങോട്ട് എഴുതി വെച്ചാലും നമ്മൾ വിചാരിച്ചത്ര മാർക്കൊന്നും കിട്ടൂല. അവർ ഓരോ ചോദ്യത്തിന് 1-2 മാർക്കും വെച്ച് എടുത്തിട്ട് അവസാനം ക്വസ്റ്റ്യൻ ആൻസർ പേപ്പർ കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച മാർക്കൊന്നും അതിൽ ഉണ്ടാവില്ല. അപ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത് എന്നുള്ളത് അറിയാത്തതല്ലേ ശരിക്കും പറഞ്ഞ പ്രശ്നം. നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോവാണ്. 7th നിന്ന് 8th-ലേക്കും 8th നിന്ന് 9th-ലേക്കും 9th നിന്ന് 10th എന്ന് പറയുന്ന വലിയൊരു കടമ്പ് കടക്കാൻ വേണ്ടി പോവാണ്. ഇത് നമ്മൾ നേരത്തെ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, എവിടെയാണ് ഈ മാർക്ക് പോകുന്നത് എന്നുള്ളത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ എഫക്റ്റീവ്ലി പരിഹരിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ A+ നമുക്ക് പോകും. അപ്പോൾ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രശ്നം, നമ്മുടെ മാതൃഭാഷ മലയാളമാണ്. നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്. ഇങ്ങനെ മലയാളത്തിൽ നിന്ന് ചിന്തിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് സമയം നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും തെറ്റി. സാർ വയറിളക്കമായി ഫീൽ ഇഫ് ബാത്റൂം ഐ ഡോണ്ട് ഗോ കാര്യങ്ങളിൽ വിൽ ബി ഇൻ അവതാളത്തിൽ എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഇവിടെ നമ്മൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അറിയാത്തത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ നമുക്ക് വാക്കുകൾ കുറവാണ്. നമ്മുടെ വാക്കുകളുടെ സമ്പത്ത് അല്ലെങ്കിൽ വൊക്കാബുലറി കുറവാണ്. വയറിളക്കത്തിന് എന്താ പറയുക? കാര്യങ്ങൾ അവതാളത്തിലാവുന്ന എങ്ങനെയാണ് പറയുക? ഇതിൻ്റെ വാക്കുകൾ നമ്മുടെ കയ്യിലില്ലാത്തതാണ് രണ്ടാമത്തെ പ്രശ്നം. വൊക്കാബുലറി ശരിയല്ല. മൂന്നാമത് നമ്മൾ ഓൾറെഡി കണ്ടു. സാർ വയറിളക്കം ഐ ഫീൽ എന്ന് നമ്മൾ പറയോ? ഐ ഫീൽ സിക്ക് അറ്റ് മൈ സ്റ്റൊമക്ക് എന്നല്ലേ നമ്മൾ പറയേണ്ടത്. വയറിളക്കം ഐ ഫീൽ എന്ന് പറയുന്നിടത്ത് എന്ത് തെറ്റാ? അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ തെറ്റാ. ഇത് നമ്മൾ എപ്പോഴും വരുത്തുന്നതാ. ഇതിങ്ങനെ കൂടെ കൂടെ കാണുന്ന സമയത്ത് ടീച്ചേഴ്സ് 1-2 മാർക്കും കുറയാൻ അവരുടെ കൈ ഇങ്ങനെ അവർക്കൊരു ത്വര വരും. അത് നോർമലാണ്. നാലാമത്തത്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ പറയുന്നതാണ് ഗ്രാമർ എന്ന് പറയുന്നത്. സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ആയിക്കോട്ടെ, വാക്കുകൾ അടുക്കി വെക്കുന്നതിൻ്റെ രീതികളായിക്കോട്ടെ, ഇതിൻ്റെ ഒരു നിയമങ്ങളുടെ ഒരു ശാഖയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രാമർ എന്ന് പറയുന്നത്. ഗ്രാമർ ഇഷ്ടംപോലെ നമ്മൾ തെറ്റിക്കുന്നതാണ്. ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ 2 പേജ് എഴുതി വെച്ചാലും അതിലൊരു 5-6 ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തായാലും അവർക്കൊരു 2 മാർക്ക് കളയണ്ടേ? അല്ലെങ്കിൽ അവർക്കൊരു സംതൃപ്തി വരില്ല. മാർക്ക് തരുന്നു എന്നുള്ള രീതിയിൽ. അഞ്ചാമത്, നമ്മൾ സ്പെല്ലിങ്ങുകൾ ഇഷ്ടം പോലെ തെറ്റിക്കാറുണ്ട്. നിങ്ങളില്ലേ താഴെ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഗ്രാമറും തെറ്റിക്കാറുണ്ട്, നമ്മൾ ഇംഗ്ലീഷിലെ സ്പെല്ലിങ്ങും തെറ്റിക്കാറുണ്ട്. ഇത് നമ്മളൊരു 2 പേജോ 3 പേജോ എഴുതി വെച്ചാലും ഇല്ലേ, ഇത്രയും സ്പെല്ലിങ് മിസ്റ്റേക്സ് കാണുന്ന സമയത്ത് ടീച്ചേഴ്സ് നോർമലി അതിൻ്റെ മാർക്ക് കളയും. ആറാമത്തെ പ്രശ്നമാണ് നമ്മുടെ മാർക്ക് കളയുന്നതിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. ഇത് കോണ്ടന്റ് കോംപ്രഹെൻഷൻ എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാലില്ലേ, നമ്മളോട് ഇപ്പോൾ ചോദിക്കുക, പശുവിനെ കുറിച്ച് ഒരു എസ്സേ എഴുതാൻ വേണ്ടി ചോദിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സാർ ദർ ഇസ് എ കൗ ഇൻ ദ പറമ്പിലൊരു കൗ ഉണ്ട്. ആൻഡ് ദർ ഇസ് എ കോക്കനട്ട് ട്രീ നിയർ ടു ദ കൗ വിച്ച് ദ കൗ ഇസ് ടൈഡ് ടു. ആൻഡ് ദർ ഈസ് രാമൻകുട്ടി ചേട്ടൻസ് ഹൗസ് നിയർ ടു ദ കോക്കനട്ട് ട്രീ. ആൻഡ് രാമൻകുട്ടി ചേട്ടൻ ഹാസ് എ ഡോട്ടർ കോൾഡ് മീനാക്ഷി. നമ്മൾ തുടങ്ങിയത് കൗവിലാണ്. നമ്മൾ പശുവിനെ കുറിച്ചാണ് എഴുതാൻ തുടങ്ങിയത്. പശുവിൽ നിന്ന് നമ്മൾ എവിടെ എത്തി? നമ്മൾ മീനാക്ഷി വരെ എത്തി. ഇതാണ് പ്രശ്നം. നമ്മളോട് പശുവിനെ കുറിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും വലിച്ചു വാരി എഴുതി അതിനെ വൃത്തികേടാക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. വിഷയം ഏതാണോ അതിനെക്കുറിച്ചാണ്, എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാത്തതാണ് നമ്മുടെ മറ്റൊരു പ്രശ്നം. ഏഴാമത്തത്, ഇത് പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി കൗവിനെ കുറിച്ച് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും തലതിരിച്ചും മറിച്ചും എഴുതിക്കൊണ്ടിരുന്നാൽ അതിനും നമുക്ക് മാർക്ക് കിട്ടൂല. ഈ 7 വിഷയങ്ങളാണ്, ഈ 7 പ്രശ്നങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ മാർക്ക് കളയുന്നത്. പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി പ്രശ്ന പരിഹാരങ്ങളാണ്, പരിഹാരക്രിയകളാണ്. എന്താണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് ഞാനൊരു 7 ദിവസത്തെ പ്രാക്ടീസ് പ്ലാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ എഫക്റ്റീവ്ലി ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഇത് ഓരോ ദിവസം ഒരു 30 മിനിറ്റ് വെച്ച് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓരോ ദിവസം ഞാനിതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ 1-ാമത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. 1-ാമത്തെ ദിവസം അല്ലേ, നിങ്ങൾ ഇത് 7 ദിവസം ചെയ്യണം. 7 ദിവസം ചെയ്യേണ്ട കാര്യങ്ങളാണ് റീഡ് അലൗഡ്. ഇനി തൊട്ട് നമ്മൾ വായിച്ച് അതിൻ്റെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒരു എളുപ്പ വഴിയില്ല. വായിക്കുന്ന സമയത്ത് ട്രൈ ടു റീഡ് അലൗഡ്. ഉറക്കെ വായിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ വാക്കിൻ്റെ പ്രൊനൗൺസിയേഷനും നമുക്ക് കറക്റ്റായിട്ട് വരും. നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി പഠിച്ചെടുക്കാൻ നോക്കും. അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് വാക്കുകൾ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. വയറിളക്കത്തിൻ്റെ വാക്ക് നമ്മൾ ഡയറിയ എന്ന് കാണുന്ന സമയത്ത് ഇത് പുതിയ വാക്കാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ആ പുതിയ വാക്കുകളെ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങളൊരു 2 മുതൽ 3 വാക്കുകൾ വരെ പുതിയതായിട്ട് പഠിച്ചാലല്ലേ ഒരു മാസം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ എത്ര പുതിയ
വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ സാർ വയറിളക്കമായി ഫീൽ എന്നോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഇന്ന് അവതാളത്തിൽ എന്നൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വളരെ എളുപ്പത്തിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എഴുതിയെടുക്കാൻ വേണ്ടി പറ്റും. മറ്റൊന്നാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. എപ്പോഴും ഇംഗ്ലീഷിൽ ചിന്തിക്കാനൊന്നും നമുക്ക് പറ്റൂല. അതുകൊണ്ട് തന്നെ ഇനി ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കിളി പോയി ഇങ്ങനെ ഇരിക്കുമല്ലോ, ഉച്ചക്കത്തെ ഫസ്റ്റ് പീരീഡൊക്കെ നമ്മളിങ്ങനെ ആടി ഒരു അലസഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ, ഒരു വല്ലാത്തൊരു അനുഭൂതിയിൽ ഇരിക്കുമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ഓരോ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ ഇങ്ങനെ സ്ട്രക്ചർ ചെയ്യാൻ നോക്കുക, ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ നോക്കുക. തെറ്റുകൾ വരുത്തിക്കോട്ടെ, തെറ്റുകൾ നിങ്ങൾ വരുത്തിക്കോ. നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ചില വാക്കുകളുടെ അർത്ഥം നമുക്ക് കിട്ടൂല, ചില ഒബ്ജക്റ്റുകളുടെ അർത്ഥം നമുക്ക് കിട്ടൂല. അതൊക്കെ ഒന്ന് എഴുതി വെക്കുക, എന്താ എനിക്ക് അറിയാത്തെന്നുള്ളത്. ഇങ്ങനെ നമ്മൾ 1-2 ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 7 ദിവസത്തെ പ്ലാനിന് വേണ്ടിയിട്ട് റെഡിയാവും. 7 ദിവസത്തെ പ്ലാൻ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല, അത് നമ്മുടെ 2ാമത്തെ വീഡിയോയിൽ ചെയ്തുതരാം. 1ാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഡേ 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിൽ ചിന്തിക്കുക, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ചിന്തിക്കുന്ന സമയത്തില്ലേ ഈ ഒരു സ്ട്രക്ചർ ഒന്ന് ഓർത്ത് വെക്കുക. സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഓർഡറിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസുകളെ സ്ട്രക്ചർ ചെയ്യുക. അപ്പോൾ ഡേ 1 നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? നൗണും വെർബും മാത്രം വെച്ചിട്ടുള്ള ചെറിയ സെൻറ്റൻസുകൾ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഡോഗ്സ് ബാർക്ക്, അല്ലെങ്കിൽ ബൈക്ക് പാർക്ക്, അല്ലെങ്കിൽ വേണ്ട, അത് വേണ്ട. ഐ പ്ലേ ഇന്ന് നമുക്ക് പറയാലോ, അല്ലെങ്കിൽ ഷീ റൺസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചില വാക്കുകൾ നമ്മൾ എസ് വെച്ചിട്ടാണ് കൊടുത്തത്, ചിലതിന് എസ് ഇല്ല. അത് എന്തുകൊണ്ടാണ്? സിംഗുലറിന് മാത്രം നമ്മൾ എസ് ഫോമിൽ എഴുതുള്ളൂ വെർബിനെ, മറ്റേതിന് നമ്മൾ എന്താക്കിയിട്ട് എഴുതുക, അതിന് പ്ലൂരൽ ഫോമിൽ തന്നെ എഴുതുള്ളൂ. വിത്തൗട്ട് എസ് ആണ് നമ്മൾ കൊടുക്കുക. ഈ അയ്യു ദേവിൻ്റെ കൂടെ ഒരിക്കലും എസ് യൂസ് ചെയ്യരുത്. ഇറ്റ്, ദാറ്റ്, ഷീ ഹീൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഷീ റൺസ് എന്നാണ് നമ്മൾ കൊടുത്തത്. ഇവിടെ ഡോഗ്സ് എന്ന് പറയുന്നത് പ്ലൂരൽ ആയതുകൊണ്ട് അവിടെ എസ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ആദ്യത്തെ 2 ദിവസങ്ങളിലെ ആദ്യത്തെ ദിവസം ഈ 2 പ്രാക്ടീസ് ഒന്ന് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ റെഡി ആണെങ്കിൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ സെൻറ്റൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഹീ ഈസ് എ ടീച്ചർ. ഹീ എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്, ടീച്ചർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്ട്രക്ചറിൽ ഉണ്ടാക്കുക. വളരെ സിമ്പിളായ സ്ട്രക്ചറുകൾ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, തെറ്റുകൾ വരുത്തിക്കോ, ഈസിലി തെറ്റുകൾ വരുത്തിക്കോ. നിങ്ങൾ ചെയ്യേണ്ടതില്ലേ, ഈ മൂന്ന് കാറ്റഗറിയിലും വരുന്ന ഒരു ഷോർട്ട് സെൻറ്റൻസ്, അത് പ്ലൂരൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് സെൻറ്റൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഷീ, ഇറ്റ്, ദാറ്റ്, ഹീ എന്ന് വെച്ചുകൊണ്ട് നമ്മളൊരു ഷോർട്ട് സെൻറ്റൻസ് കൊടുക്കുക. ഈ 2 അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ചും കൂടെ നൗണും ലിങ്കിങ് വേർബും ഒരു അഡ്ജക്റ്റീവും കൂടെ ചേർത്തിട്ടുള്ള 3ാമത്തെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. വളരെ സിമ്പിളായ സെൻറ്റൻസുകൾ മതി. ഈ നൗൺ എന്താ, പ്രോനൗൺ എന്താ, ലിങ്കിങ് വേർഡ് എന്താ, അഡ്ജക്റ്റീവ് എന്താണെന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലത്തെ സെൻറ്റൻസുകളല്ലേ, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളെ തെറ്റിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഡേ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വരുത്തിയ മിസ്റ്റേക്കിൽ നിന്നാണ്. സോ ഈ ഒരു 7 ദിവസത്തെ പ്ലാനിൽ നിങ്ങൾ എൻ്റെ കൂടെ ഈ ഒരു കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. 7 ദിവസം കൊണ്ട് നമ്മൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പോകണം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു, ബൈ.